എല്ലാവർക്കും നമസ്കാരം. മിക്സ് ടുഡേയിലേക്ക് സ്വാഗതം. IPL അങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൻ്റെ ഒരു അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. കരുത്ത് കാട്ടാൻ വമ്പന്മാർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ IPL റിലേറ്റഡ് കണ്ടൻറ്റ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2 തവണ IPL കിരീടങ്ങൾ ഉയർത്തിയ നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ ഏറെ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് IPLനെ വരവേൽക്കാൻ എത്തി നിൽക്കുന്നത്. തങ്ങൾക്ക് 2 കിരീടം നേടിക്കൊടുത്ത തങ്ങളുടെ പഴയ നായകനായിരുന്ന ഗൗതം ഗംഭീർ എന്ന ഇന്ത്യൻ ഇതിഹാസ താരത്തെ ഇത്തവണ തങ്ങളുടെ മെൻഡർ റോളിൽ KKR തിരികെ എത്തിച്ചിട്ടുണ്ട്. ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്നായിരുന്നു ഗൗതം ഗംഭീറിനെ അവർ തങ്ങളുടെ മെൻഡറായി റീ അപ്പോയിൻറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇത്തവണ കഴിഞ്ഞ IPL താരലേലത്തിന് മികച്ച താരങ്ങളെ സ്വന്തമാക്കാൻ നൈറ്റ് റൈഡേഴ്സ് മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഉദ്ഘാടന മത്സരത്തിൽ അതായത് KKRൻ്റെ പുതിയ IPL ക്യാമ്പയിൻ തുടങ്ങുന്നത് മാർച്ച് 23-ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ സ്വന്തം തട്ടകമായ ഈഡൻ ഗാർഡൻസിൽ വെച്ചിട്ടാണ്. പിന്നീട് മാർച്ച് 29-ാം തീയതി ബംഗളൂരുവിൽ എവേ പോരാട്ടമാണ് RCBക്കെതിരെ. അതിനുശേഷം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഏപ്രിൽ 3-ന് വിശാഖപട്ടണത്ത് വെച്ചും KKRന് മത്സരങ്ങളുണ്ട്. സോ ആദ്യ ഷെഡ്യൂൾ പ്രകാരം 3 മത്സരങ്ങളാണ് KKRന് കളിക്കാനുള്ളത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഹോം മാച്ച്. അത് സീസൺ ഓപ്പണിംഗ് മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് അവർ നേരിടാനൊരുങ്ങുന്നത്. KKR സ്കോഡിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മികച്ച ഒരു സ്ട്രെങ്തുള്ള ടീമിനെ ഇത്തവണ സ്വന്തമാക്കാൻ KKRന് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു ഗൗതം ഗംഭീർ എഫക്റ്റാണ് തന്നെ പറയാം. കാരണം കഴിഞ്ഞ സീസണിലടക്കം ഒരു ബാലൻസിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ പോയ KKR ടീമിനെയാണ് ഗൗതം ഗംഭീർ എന്ന താരം എത്തിയതോടുകൂടി ശരിക്കും ഒരു കൺസിസ്റ്റൻറ്റ് ടീമായി വാർത്തെടുക്കാൻ ഇപ്പോൾ അവർക്ക് സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ അവരുടെ ക്യാപ്റ്റൻ പരിക്ക് മൂലം പുറത്തായിട്ടുണ്ടായിരുന്നു ശ്രേയസ് അയ്യർ. സോ ഇത്തവണ അദ്ദേഹം തിരിച്ച് വരികയാണ്. KKRൻ്റെ നിരയിലേക്ക് നായകസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ശ്രേയസ് അയ്യരുടെ ഒരു തിരിച്ചു വരവാണ്. സോ അതെല്ലാം KKRനെ സംബന്ധിച്ച് പുതിയ സീസണിൽ പ്രതീക്ഷകൾ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. KKRൻ്റെ സ്കോഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരെ KS ഭരതും റഹ്മാനുള്ള ഗുർബാസും, രമൺദീപ് സിംഗ്, നിതീഷ് റാണ, ജേസൺ റോയ്, ഷർഫൻ റുദർഫോർഡ്, റിങ്കു സിംഗ്, മനീഷ് പാണ്ഡെ തുടങ്ങിയ മികച്ച ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. എടുത്തു പറയേണ്ട താരം തന്നെയാണ് റിങ്കു സിംഗ്. കഴിഞ്ഞ സീസണിലടക്കം അദ്ദേഹത്തിന് ആ ഒരു ഫോം എടുത്ത് പറയേണ്ട കാര്യമില്ല. KKRൻ്റെ കഴിഞ്ഞ സീസണിലെ ലീഡിംഗ് റൺ സ്കോററായിരുന്നു റിങ്കു സിംഗ്. നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പോരാട്ടം അദ്ദേഹത്തിന് ആ ലാസ്റ്റ് ഓവർ ഫിനിഷൊക്കെ ഒരിക്കലും IPL ചരിത്രത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഏട് തന്നെയാണ്. സോ റിങ്കു സിംഗ് എന്ന താരത്തിൻ്റെ കഴിഞ്ഞ IPL മുതൽ ഇത്തവണ IPL എത്താൻ പോവുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വളർച്ച തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രധാനമായി അവർക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ്. അതൊട്ടും ചെറുതല്ല. ഒപ്പം നമുക്കറിയാം ഇത്തവണ ലേലത്തിൽ, അതായത് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുകയ്ക്കായിരുന്നു 25 കോടി രൂപ മുടക്കിയായിരുന്നു ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്ക് എന്ന പേസ് ബൗളറെ KKR തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പലതവണ മികവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും IPLൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ താരം തന്നെയാണ് സ്റ്റാർക്ക്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചുവരവിൽ അതും KKRനെ പോലൊരു ടീം വമ്പൻ തുക മുടക്കിയാണ് ഇത്തവണ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം എന്തുകൊണ്ട് KKRൻ്റെ നിരയിൽ അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും. കാരണം 25 കോടി രൂപയോളം മുടക്കി കൊണ്ടുവരുന്നൊരു താരം അദ്ദേഹം ഒരു ഫോം ഇല്ലാതെ പോയാൽ ശരിക്കും അത് KKR മാനേജ്മെൻറ്റിന് വെള്ളത്തിൽ വരച്ച വര തന്നെയായിരിക്കും. ഇനി KKRൻ്റെ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം വെങ്കടേഷ് അയ്യർ, സുനിൽ നരേൻ, അനുകുൽ റോയ്, ആൻഡ്രെ റസൽ തുടങ്ങിയ മികച്ച എക്സ്പീരിയൻസ് ഉള്ള ഓൾറൗണ്ടേഴ്സ് തന്നെയാണ്. ബോളേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും കഴിഞ്ഞ ഏതാണ്ട് 1 മാസത്തോളം മാത്രമാണ് ആയിട്ടുള്ളതെന്ന് ഓർമ്മ. ഗസ് അറ്റ്കിൻസൺ, ഇംഗ്ലീഷ് പേസ് ബോളറായിട്ടുള്ള ഗസ് അറ്റ്കിൻസൺ ലേലത്തിലൂടെ സ്വന്തമാക്കിയ താരമായിരുന്നു. അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തായിരുന്നു. അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ശ്രീലങ്കൻ താരമായിട്ടുള്ള ദുഷ്മന്ത ചമീരയെ KKR കൂടാരത്തിലേക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ചമീര കൂടി എത്തുന്നതോടുകൂടി ശരിക്കും ഒരു മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമുണ്ട്, എസ്പെഷ്യലി പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമുണ്ട് KKRന്. വൈഭവ് അറോറ, ദുഷ്മന്ത ചമീര, ഹർഷിത് റാണ, ചേതൻ സക്കറിയ, മിച്ചൽ സ്റ്റാർക്ക് തുടങ്ങിയ മികച്ച പേസ് ബോളേഴ്സിനൊപ്പം സുനിൽ നരേൻ, സുയാ ശർമ്മ, മുജീബുർ റഹ്മാൻ, അഫ്ഗാനിസ്ഥാൻ താരമായിട്ടുള്ള മുജീബുർ റഹ്മാൻ, വരുൺ ചക്രവർത്തി എന്നിവർ ചേർന്ന സ്പിൻ നിരയും വളരെ മികച്ചത് തന്നെയാണ്. ബാറ്റിങ്ങും ബോളിങ്ങും ഓൾറൗണ്ട്സും എല്ലാം മികച്ചത് തന്നെയാണ്. പക്ഷേ 11-ൽ ആരെ ഇറക്കുമെന്ന് തന്നെയായിരിക്കും KKRൻ്റെ നായകൻ്റെയും അല്ലെങ്കിൽ പരിശീലകൻ്റെയും പ്രധാനപ്പെട്ട വെല്ലുവിളി. നമുക്കറിയാം
ടോപ്പ് ഓർഡർ ബാറ്റ് അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ ഇപ്പോൾ ജേസൺ റോയും അല്ലെങ്കിൽ റഹ്മാനുള്ള ഗുർബാസിനെയും ഇറക്കുകയാണെങ്കിൽ പോലും അവശേഷിക്കുന്ന 2 വിദേശ സ്ലോട്ടുകളിലേക്ക് ആരെ ഇറക്കും? മിച്ചൽ സ്റ്റാർക്ക് ഒരുപക്ഷെ നിൽപ്പുണ്ട്. 25 കോടി രൂപ മുടക്കി കൊണ്ടുവന്ന താരമാണ്. സോ അദ്ദേഹത്തെ എന്നിരുന്നാലും നിലവിൽ കളിപ്പിച്ചേ സാധിക്കും. അതോ അങ്ങനെ പറയുമ്പോൾ പോലും KKRൻ്റെ പണ്ടത് മുതൽ അവരുടെ ടീമിലുള്ള ഏറ്റവും കൺസിസ്റ്റൻറ്റ് പെർഫോമേഴ്സ് ആയിട്ടുള്ള സുനിൽ നരേനും ആന്ധ്ര റസലിനും നിലവിൽ ഇറക്കേണ്ടതുണ്ട്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓപ്പണിങ്ങിൽ KKR തവണ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിർന്നേക്കാം. വെങ്കടേഷ് അയ്യറെ പോലെ താരം ടീമിലുണ്ട്. അദ്ദേഹം പലതവണ ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഇന്നിങ്സിലേക്ക്, അതായത് ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്ര ഓപ്പണറായിട്ടുള്ള റെക്കോർഡുകൾ അത്ര സ്വീകാര്യമല്ല, അല്ലെങ്കിൽ അത്ര മികച്ചതല്ല. സോ അതിനാൽ തന്നെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് KKR തുനിയുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇല്ലെങ്കിൽ പിന്നെ നായകൻ ശ്രേയസ് അയ്യർ ഓപ്പണറുടെ റോളിൽ ഇറങ്ങണം. അദ്ദേഹത്തിനൊപ്പം ജേസൺ റോയെ കൂടി ഇറക്കി ഓപ്പണിങ്ങിൽ മികച്ച ഒരു കോംബോ വർക്ക് ചെയ്തെടുക്കണം KKRന്. സോ എന്തായാലും KKRൻ്റെ ഒരു പ്രോബബിൾ 11 നോക്കുകയാണെങ്കിൽ ഒരു വളരെ പ്രോബബിൾ 11 മാത്രമാണ്. ഓപ്പണിങ്ങിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും അതോടൊപ്പം തന്നെ ജേസൺ റോയും. വിക്കറ്റ് കീപ്പറുടെ റോളിൽ KS ഭരത് എത്തും. 4-ാം നമ്പറിൽ നിതീഷ് റാണ, പിന്നീട് റിങ്കു സിംഗ്, ആന്ധ്ര റസൽ, സുനിൽ നരൈൻ, മിച്ചൽ സ്റ്റാർക്ക്, വരുൺ ചക്രവർത്തി, ചേതൻ സക്കറെ, ഹർഷിത് റാണ തുടങ്ങിയ താരങ്ങളെല്ലാം അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് ഒരുപക്ഷെ ബാറ്റിംഗിൽ റഹ്മാനുള്ള ഗുർബാസിനെ അവർക്കും പരീക്ഷിക്കാം. ബോളിംഗിലേക്ക് വരുവാണെങ്കിൽ ദുഷ്മന്ത ചമീരയും നിരയിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇതാണ് KKRൻ്റെ ഒരു സ്കോഡ് അനാലിസിസ് വീഡിയോ. എന്നിരുന്നാലും ഗൗതം ഗംഭീർ എന്ന ഒരു താരത്തിൻ്റെ വരവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റർ റോളിലേക്കുള്ളൊരു തിരിച്ചുവരവ് ശരിക്കും എങ്ങനെയായിരിക്കും KKRൻ്റെ കളികളിൽ മാറ്റം വരുത്താൻ പോകുന്നത്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാത്തിരുന്നാണ് മാർച്ച് 23-ാം തീയതി തങ്ങളുടെ ആദ്യ മത്സരത്തിൽ സ്വന്തം തട്ടകത്തിൽ ഈഡൻ ഗാർഡൻസിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മത്സരത്തിൽ KKR എങ്ങനെയൊക്കെ തിരിച്ചു വരും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു തന്ത്രങ്ങൾ മാറി മറിയാൻ പോകുന്നത്.